Okay, dears, all of you, listen me. Page number 223, tradition and culture. Listen, Islam is the main religion of most of the people here. Poetry and prose recitation have been extremely popular for centuries. The Bedouins have traditional poems and songs about courage, love and war. Islam. അതായത് നമുക്കറിയാം സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഗൾഫ് കൺട്രീസിൽ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൗദി അറേബ്യനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും മുസ്ലിംസ് ആണ് അല്ലേ? യെസ്. ഇസ്ലാം ഈസ് ദ മെയിൻ റിലീജിയൻ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹിയർ. ഇവിടെയുള്ള ജനങ്ങളില് കൂടുതൽ ആൾക്കാരും മുസ്ലിംസ് ആണ്. പോയട്രി ആൻഡ് പ്രോസ് റെസിറ്റേഷൻ ഹാവ് ബീൻ എക്സ്ട്രീംലി പോപ്പുലർ ഓവർ സെഞ്ചുറീസ്. കൂടുതൽ വർഷങ്ങളായിട്ട് ഇവിടെ പോയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയം കവിതാരചന കഥാരചന അതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ ദ ബെഡുയിൻസ് ഹാവ് ട്രഡീഷണൽ പോയംസ്. ബെഡുയിൻസിന് എന്തുണ്ട്? ട്രഡീഷണൽ അവരുടേതായ ട്രഡീഷണൽ പോയംസ് ഉണ്ട്, അതുപോലെ ട്രഡീഷണൽ സോങ്സ് ഉണ്ട്. ആ സോങ്സും പോയംസും ഒക്കെ എന്തിനെ കുറിച്ചുള്ളതാണെന്ന് അറിയോ? കറേജ് ധൈര്യത്തെ കുറിച്ച്, ലവ് സ്നേഹത്തെ കുറിച്ച്, വാർ യുദ്ധത്തെ കുറിച്ച്. അപ്പൊ യുദ്ധത്തെ കുറിച്ചും സ്നേഹത്തെ കുറിച്ചും ധൈര്യത്തെ കുറിച്ചുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ട്രഡീഷണൽ സോങ്സ് ആർക്കുണ്ട്? ബെഡുയിൻസ് ഉണ്ട്. But Islam is the main religion in these areas and they have their own poems. They have their own poems and songs about courage, war and love. Okay. Next paragraph. For Muslims all over the world, Saudi Arabia holds a special place because it has two of Islam's holiest cities, Makkah and Medina. Each year, lakhs of Muslims come from all over the world to perform a pilgrimage called Hajj. നമുക്കറിയാം ഹജ്ജിന് പോകാറുണ്ട് ഇല്ലേ? റുവൈസ ഇല്ലേ? അറിയില്ലേ റുവൈസ ഹജ്ജ് എന്താന്ന്? യെസ്. അപ്പൊ നോക്ക്, ഫോർ മുസ്ലിംസ് ഓൾ ഓവർ ദ വേൾഡ് സൗദി അറേബ്യ ഹോൾഡ്സ് എ സ്പെഷ്യൽ പ്ലേസ് ബിക്കോസ് ഇറ്റ് ഹാസ് ടു ഓഫ് മുസ്ലിം ഹോളിയസ്റ്റ് സിറ്റീസ്. ഇപ്പൊ നമുക്കറിയാം സൗദി അറേബ്യയിലെ in Saudi Arabia there are two holiest cities such as Makkah and Medina. മക്കയും മദീനയും പ്രസിദ്ധമായ മുസ്ലിംസിന്റെ പ്രസിദ്ധമായ രണ്ട് സിറ്റിയാണ് ഇത്, മക്ക മദീന. ഈ മക്കയും മദീനയും എവിടെയാണ്? സൗദി അറേബ്യയിലാണ് അല്ലെ? ഇനി ഇവിടെ എന്തിനാന്നറിയോ? ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വരാറുണ്ട്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ മക്ക മദീനയിൽ വരാറുണ്ട്. എന്തിനു വേണ്ടിയാ? അതൊരു പിൽഗ്രിമേജ് സെന്റർ ആണ് അല്ലെ? അവിടെ എന്ത് ഹജ്ജിന് പോകാറുണ്ട് ഇല്ലേ? ആൾക്കാർ ഹജ്ജിന് പോകാറില്ലേ? ഒരുപാട് ആൾക്കാർ നമ്മളിപ്പം കഴിഞ്ഞ ഈ ഹജ്ജിന്റെ സീസൺ ആവുന്നുള്ളു ന്യൂസ് പേപ്പറിലൊക്കെ കാണാം. എന്താ ഹജ്ജിന് ഇത്ര ആൾക്കാര് അപ്ലൈ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്ന് കേൾക്കാറില്ലേ? യെസ്. അപ്പൊ അങ്ങനെ ലക്ഷക്കണക്കിന് ആൾക്കാര്, കോടിക്കണക്കിന് മുസ്ലിംസ് ഹജ്ജിന് പോകുന്ന സ്ഥലമാണ് ഇത് മക്ക മദീന. അങ്ങനെ ഇവരുടെ മുസ്ലിംസിന്റെ ഹോളിയസ്റ്റ് പിൽഗ്രിമേജ് സെന്റർ ആയ മക്കയും മദീനയും സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സൗദി അറേബ്യയിലാണ്. ഓക്കെ. യെസ്. ലാസ്റ്റ് വൺ, ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. Listen, the discovery of oil led to rapid industrialization. This has led to the development of petroleum refineries, petrochemicals, iron and steel, fertilizers and cement industries. അപ്പോൾ ഓയിലിന്റെ കണ്ടുപിടുത്തം, ഓയിൽ നമുക്കറിയാം ഒരുപാട് ഓയിൽ എവിടെയുണ്ട്? എവിടെ ഓയിൽ ഉള്ള ഏരിയ ആണ് ഇത്? നമ്മുടെ ഈ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങള്. ഈ ഓയിലിന്റെ കണ്ടുപിടുത്തം, ഡിസ്കവറി ഓഫ് ഓയിൽ ലെഡ് ടു റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഒരു ഇൻഡസ്ട്രിയലൈസേഷന് കാരണമായി. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വ്യവസായം അല്ലെ? വലിയ വലിയ വ്യാവസായികമായ ഉയരങ്ങൾക്ക് കാരണമായി എന്ത്? ഓയിലിന്റെ കണ്ടുപിടുത്തം. ഇതെന്തിന് ലെഡ് ചെയ്തെന്ന് അറിയോ? ദിസ് ഹാസ് ലെഡ് ടു ഡെവലപ്മെന്റ് ഓഫ് പെട്രോളിയം റിഫൈനറീസ്. ഇങ്ങനെ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വളർന്നു ഉണ്ടായി. അവിടെ ഓയിൽ ഡിസ്കവറി കണ്ടുപിടിച്ചു. ഇത് എന്തിന് കാരണമായി? പെട്രോളിയം റിഫൈനറീസ്. പെട്രോളിയത്തിന്റെ റിഫൈനറീസ് തുടങ്ങി. പെട്രോ കെമിക്കൽസ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ, ഇതൊക്കെ മൈൻ ചെയ്തെടുക്കേണ്ടതാണ് അല്ലെ? അയണും സ്റ്റീലൊക്കെ മൈനിങ് അല്ലേ? പെട്രോളിയം മൈൻ ചെയ്തെടുക്കുന്നല്ലേ? മൈനിങ്ങിലൂടെ എടുക്കാം. ഫെർട്ടിലൈസേഴ്സ്, സിമെന്റ് ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ള കുറെ വ്യാപാരങ്ങൾ എവിടെ തുടങ്ങി? നമ്മുടെ സൗദി അറേബ്യയിൽ തുടങ്ങി. അപ്പൊ ഓയിലിന്റെ ഡിസ്കവറി സൗദി അറേബ്യയിൽ കണ്ടുപിടിച്ചതോടെ അത് ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ലെഡ് ചെയ്തു. അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ മീൻസ് എന്താ പറയാ? നമ്മുടെ വ്യവസായം
ഒരുപാട് വ്യവസായങ്ങൾ അവിടെ സാധ്യമായി. ഇനി അവിടെ എന്തൊക്കെ വ്യവസായങ്ങൾ വന്നു? പെട്രോളിയം റിഫൈനറീസ്, പെട്രോ കെമിക്കൽസ്, പിന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഫെർട്ടിലൈസേഴ്സ്, ദെൻ സിമന്റ് ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇങ്ങനെയുള്ള കുറെ വ്യവസായങ്ങൾ സൗദി അറേബ്യയിൽ തുടങ്ങി. ഇനി ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ് അറൌണ്ട് ജുബൈൽ ആൻഡ് ദമാം മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഹാസ് ടേക്കൺ പ്ലേസ്. യെൻബു ഈസ് ദ മെയിൻ സെന്റർ ഓഫ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ്. അതായത് ഈസ്റ്റ് കോസ്റ്റ് കിഴക്കേ തീരത്ത് എന്തുണ്ടായി? കിഴക്കേ തീരം, അതായത് ജുബൈൽ അല്ലെങ്കിൽ ദമാം കേട്ടിട്ടില്ലേ? സൗദി അറേബ്യയിൽ ഒരു സ്ഥലമാണ് ഇത് ദമാം അല്ലെങ്കിൽ ജുബൈൽ. ദമാമിലും ജുബൈലും ഒക്കെ ഈസ്റ്റ് കോസ്റ്റ് ആയ ദമാം അല്ലെങ്കിൽ ജുബൈൽ, ഈ രണ്ട് സ്ഥലങ്ങളില് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൂടുതലായി ഉണ്ടായി. അതുപോലെ വെസ്റ്റ് കോസ്റ്റ് പടിഞ്ഞാറേ തീരത്ത്, അത് യെൻബു എന്ന സ്ഥലം, അത് പടിഞ്ഞാറേ തീരാണ്. അവിടെയും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൂടുതലായി ഉണ്ടായി. അപ്പൊ കിഴക്കേ ഈസ്റ്റ് കോസ്റ്റ് ആയ ദമാമിലും അല്ലെങ്കിൽ ജുബൈലിലും അതുപോലെ വെസ്റ്റ് കോസ്റ്റ് ആയ യെൻബുവിലും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ലെഡ് ചെയ്തു. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ്. ഇമ്പോർട്ടന്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ലൈക്ക് ഫുഡ് പ്രോസസിംഗ്, textiles, leather, soap and handicrafts have also developed. Mining is a small but growing industry. Saudi Arabia is one of the wealthiest countries in the world. അങ്ങനെ ഒരുപാട് വ്യവസായങ്ങൾ സൗദി അറേബ്യയിൽ വന്നു. ചെറിയ വ്യവസായങ്ങളായ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയ ഫുഡ് പ്രോസസിംഗ്, അതുപോലെ ടെക്സ്റ്റൈൽസ്, ലെതർ, സോപ്പ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്തു. അപ്പൊ വലിയ വ്യവസായ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു. നമ്മൾ പറഞ്ഞു പെട്രോളിയം, മൈനിങ്, പിന്നെ അതുപോലെ അയൺ ആൻഡ് സ്റ്റീൽ, ഇതൊക്കെ അവിടെ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രി ഒക്കെ വന്നു. അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ് സൗദി അറേബ്യക്ക് ഉണ്ടായി. അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയും എവിടെ ഉണ്ടായി? ലെഡ് ചെയ്തു നമ്മുടെ സൗദി അറേബ്യയിൽ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഏതൊക്കെയാ? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് leather, soap, textiles, handicrafts, etc. These are the small scale industry developed in Saudi Arabia. ഇനി മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മൈനിങ് എന്ന് പറഞ്ഞാല് ഖനനം അല്ലെ, എല്ലാം കുഴിച്ചെടുക്കുന്ന രീതിയാണ് ഇത് മൈനിങ്. മൈനിങ് ഈസ് എ സ്മോൾ, മൈനിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വ്യവസായമാണ്, പക്ഷേ ഗ്രോയിങ് ഇൻഡസ്ട്രി, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ് മൈനിങ്. മൈനിങ് ഈസ് സ്മോൾ ഇൻഡസ്ട്രി ബട്ട് അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് എ ഗ്രോയിങ് ഇൻഡസ്ട്രി. വളരെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമാണ് മൈനിങ്. അങ്ങനെ ഇങ്ങനെയുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയും അതുപോലെ വലിയ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായതോടുകൂടി സൗദി അറേബ്യ എങ്ങനെയായി മാറി? സൗദി അറേബ്യ ഈസ് വൺ ഓഫ് ദ വെൽത്തിയസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളിൽ ഇടം നേടിയത് സൗദി അറേബ്യ. അപ്പൊ വ്യവസായങ്ങളിലൂടെ ഇങ്ങനെയുള്ള ഒരുപാട് വ്യവസായം വന്നതോടുകൂടി സൗദി അറേബ്യയും ഒരു വെൽത്തിയസ്റ്റ് കൺട്രി ആയി മാറി. Okay, through this industrial development, Saudi Arabia became the wealthiest country in the world. Okay, one of the wealthiest country in the world. Okay, മനസ്സിലായോ മക്കളെ? ഇപ്പൊ അടുത്തത് എഴുതിക്കോ, നമ്മുടെ എക്സസൈസിലേക്ക് പോകാം. സൗദി അറേബ്യയിൽ പോയ ആരെങ്കിലും ഉണ്ടോ? പാരന്റ്സിന്റെ കൂടെ ആരെങ്കിലും പോയിട്ടുണ്ടോ സൗദി അറേബ്യയില്? മുഹമ്മദ് റിഹാൻ പോയിട്ടുണ്ടല്ലേ. വേറെ ആര് പോയിട്ടുണ്ട്? ഇപ്പൊ വലിയ കുട്ടികളൊക്കെ ആയി, നല്ലോണം പഠിച്ചോ. എല്ലാവരും നല്ലോണം പഠിച്ച് എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ആയി നമുക്ക് പുറത്തുള്ള കൺട്രീസിലൊക്കെ പോകാം. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാ? നന്നായി പഠിക്കണം. വെറുതെ ഒന്നും പഠിക്കാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് ആരെങ്കിലും സൗദി അറേബ്യയിലോ ലണ്ടനിലോ UK അങ്ങനെയൊന്നും കൊണ്ടുപോകില്ല അല്ലെ. നല്ല പുറത്തുള്ള കൺട്രീസിൽ പോകണമെങ്കിൽ നമുക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാവണം. അപ്പൊ അതിന് എന്ത് ചെയ്യാ? നന്നായി പഠിക്കുക. നന്നായി പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ടീച്ചറോ അങ്ങനെ നല്ല പ്രൊഫഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പുറത്തൊക്കെ പോകാം. ഓക്കെ, ഓക്കെ മക്കളെ, അടുത്തത് റൈറ്റ് 2 lines about each of the following. Write 2 lines about each of the following. നോട്ട് എഴുതുന്നതിന് മുമ്പ് എല്ലാവരോടും സെമസ്റ്റർ 2 എന്ന് ഒരു പേജിൽ കൊടുക്കാം. വലുതായി എഴുതുക സെമസ്റ്റർ 2. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ആവുമ്പോൾ കൺഫ്യൂഷൻ ആയി പോവും.
എവിടെ മുതലാണ് സെമസ്റ്റർ 2 എന്ന് കൊടുക്കണേ. എഴുതിക്കോ. First one, write 2 lines about each of the following. First one, Wadi. W-A-D-I. Wadi. Wadi. Write down. A wadi is a wadi is a wadi is a wide gilly, G-U-L-L-Y, gilly, wide gilly in the desert. Wide gilly in the desert. Wide gilly in the desert. ഈ വാടിയിൽ എങ്ങനെ മാത്രമേ വെള്ളം വരുള്ളൂ? ആഫ്റ്റർ ദ റെയിൻ, മഴ പെയ്തതിനു ശേഷം മാത്രമേ ഇവിടെ വാടിയിൽ വെള്ളം കിട്ടുള്ളൂ അല്ലെ? ഇറ്റ് കണ്ടെയ്ൻസ് water after the rain. Water after the rain. Second one, Bedouin. B-E-D-O-U-I-N. Bedouin. Bedouin. Write down. The Bedouin are nomads. Bedouin are nomads. The Bedouin are nomads who live in the desert of സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ മരുഭൂമികളിൽ ജീവിക്കുന്ന നോമാഡ്സ് ആണ് ആരെ? ബെഡൂയിൻ. എന്താ മോളെ ഏഞ്ചലെ?
Yes. Miss A വാദി is A കഴിഞ്ഞിട്ട് കുറച്ച് മാറ്റിയിട്ട് വൈഡ് എഴുതിയാ പോരെ? കഴിഞ്ഞ ഒരു ഗ്യാപ്പ് ഉണ്ട്, അത് മിസ് ഇടാൻ മറന്നുപോയതാ. Who live in the desert of Saudi Arabia? നമ്മുടെ ഈ ബഡുവിൻസിൽ ലാംഗ്വേജ് എന്താ? They speak Arabic അല്ലേ? അവരുടെ ലാംഗ്വേജ് എന്താ? അറബിക് ആണ്. They speak Arabic. They speak Arabic. പിന്നെ അവരെന്ത് ചെയ്യും? നമുക്കിവിടെ 2 സെന്റൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ എങ്ങനെയാ അവരെന്ത് ചെയ്യൊരു? They move in small groups from one place to another in search of new feeding grounds for their flocks. അല്ലെ? അവരുടെ പശുവിന് അല്ലെങ്കിൽ ആടിനെ കൊടുക്കാനുള്ള തീറ്റ തേടി അവർ ഗ്രൂപ്പായാണ് പോവുക അല്ലെ? ഒരുപാട് പുല്ലോ അല്ല അതിന് പശുവിനെ തീറ്റാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ കുറച്ചുനാൾ താമസിക്കും. അതിനുശേഷം അവിടുത്തെ തീറ്റയൊക്കെ ഏകദേശം തീർന്നു എന്നറിയുമ്പോൾ അവരെന്ത് ചെയ്യും? അടുത്ത സ്ഥലത്തേക്ക് പോകും അല്ലെ? ഓക്കെ, നെക്സ്റ്റ് വൺ. നമുക്കിവിടെ 2 സെന്റൻസ് മാത്രമേ ചോദിച്ചുള്ളൂ. അതുകൊണ്ട് മിസ് ഇത്ര മാത്രം എഴുതിയതേ. മൂന്നാമത്തത് മക്ക. മക്ക, MECCA, മക്ക. മക്ക ഈസ് എ ഹോളി സിറ്റി ഇൻ സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ ഒരു വിശുദ്ധ സ്ഥലമാണ് ഇത് മക്ക. മക്ക ഈസ് എ ഹോളി സിറ്റി, ഇൻ സൗദി അറേബ്യ. എസ് ക്യാപിറ്റൽ ആണ്, SAUDI, സൗദി അറേബ്യ. A also capital, Saudi Arabia. It is a center of pilgrimage for the Muslims. It is a center, CENTRE. It is a center of pilgrimage. Pilgrimage എന്ന് പറഞ്ഞാൽ എന്താ? തീർത്ഥാടനം അല്ലെ? തീർത്ഥാടന കേന്ദ്രം. ആരുടെ? മുസ്ലിംസിന്റെ. Pilgrimage of Muslims. Pilgrimage for the Muslims. എന്തിനു വേണ്ടി അവരിവിടെ വരിക? ഹജ്ജിനല്ലേ? മുസ്ലിംസ് കം ഹിയർ. Muslims come here. Muslims come here from all over the world. All over the world. All over the world to perform the Hajj. To perform, PERFORM, perform the Hajj, HAJ, Hajj. J capital ആണ്. Hajj.
Answer these questions. First one, describe the climate of Saudi Arabia. Describe the climate of Saudi Arabia. ജോസി എഴുതി കഴിഞ്ഞ മോളെ? റിഹാൻ എഴുതി കഴിഞ്ഞോ? മുഹമ്മദ് റിഹാൻ ഇല്ല. ഓക്കെ. റുവൈസ് എഴുതി കഴിഞ്ഞോ? റുവൈസ്? ഓക്കെ. ആദിത്യൻ എഴുതിയ മോനെ? ഇല്ല. അതുൽ? ഓക്കെ. എഴുതി കഴിഞ്ഞവർ അടുത്ത ക്വസ്റ്റ്യൻ എഴുതാ, അല്ലാത്തവര് സ്പെല്ലിംഗ് തെറ്റരുതേ. നമ്മൾ പറഞ്ഞു ഒരു രാജ്യത്തിന്റെ പേര് എഴുതുമ്പോ അല്ലേ, a sentence starts with capital letter, name starts with capital letter ഒക്കെ പറഞ്ഞല്ലേ? Next one, climate of Saudi Arabia. നമ്മൾ പറഞ്ഞു the climate of Saudi Arabia is harsh അല്ലേ? The days are very hot and nights are very cold. The temperature of day and nights are very different. Day is very hot, nights are very cold. സൗദി അറേബ്യയിൽ പകല് നല്ല ചൂടും രാത്രി തണുപ്പുമാണ്. മക്കളെ ഓക്കെ അല്ലേ? മിസ് വായിക്കട്ടെ? എഡ്വിൻ ആണോ വൈറ്റ് ബോർഡിൽ പണിയെടുക്കുന്നത്? എഡ്വിനെ നിങ്ങൾ കുത്തി വരച്ച് നമുക്കിവിടെ കാണാൻ പറ്റൂട്ടോ ആരാന്ന്. ഓക്കെ, മിസ് വായിക്കുന്നേ. For yesterday's class we discussed about climate അല്ലേ? Climate of Saudi Arabia എങ്ങനെയുള്ളതാണ്? Days are hot, nights are cold,
പിന്നെ സാൻഡ് സ്റ്റോൺസ് ആർ കോമൺ ദർ. വേറെന്താ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം? ഹാർഷ് ക്ലൈമറ്റ് അല്ലെ? ക്ലൈമറ്റ് ഓഫ് സൗദി അറേബ്യ ഈസ് വെരി ഹാർഷ്. ടെമ്പറേച്ചർ ഈസ് വെരി ഡിഫറെന്റ് ഫ്രം ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ. കഴിഞ്ഞില്ലേ? മുഹമ്മദ് റിഹാൻ ഫിനിഷ് ആണോ മോനെ? ഓക്കെ. ഇനി ആരായിരുന്നു? ആദിത്യൻ ഫിനിഷ് അല്ലേ? Then next question. Climate of Saudi Arabia. Describe the climate of Saudi Arabia. Answer. The climate of Saudi Arabia, S capital, Saudi Arabia. The climate of Saudi Arabia is harsh. H-A-R-S-H. H-A-R-S-H. Harsh. Full stop. The days are very hot. The days are very hot. The days are very hot and nights are very cold. And the nights are cold. The difference between the day and night, temperatures, difference between the day and the night temperatures is very high. H-I-G-H, very high. Full stop. Sandstorms, S-A-N-D-S-T-O-R-M-S. Sandstorms means പൊടിക്കാറ്റ്, മണൽക്കാറ്റ്. Sandstorms are common. നമുക്കറിയാം സൗദി അറേബ്യയില് full of sand ആണ്. Saudi Arabia is covered with full of sand. So sandstorms are common there. Okay. First question is over. Answer is over. Then second one. Second question. What is an oasis? What is an oasis? An oasis is a place. An oasis is a place in the desert. An oasis is a place in the desert where underground water comes to the surface.
എന്താ ഓസിസ് എന്ന് പറഞ്ഞാല്? ഓസിസ് എന്ന് പറഞ്ഞാല് ഡെസേർട്ടിലുള്ള ഒരു സ്ഥലമാണ്. എങ്ങനെയുള്ള സ്ഥലം? ഓസിസ് is a place in the desert where underground water comes to the surface. സർഫേസിലേക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ വരുന്ന ഡെസേർട്ടിലുള്ള പ്ലേസിനാണ് നമ്മൾ എന്ത് പറയാ? ഓസിസ് എന്ന് പറയാ. ഇനി ഓസിസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? എന്താ ഓസിസിന്റെ പ്രത്യേകത? It is very fertile. It is very fertile and supports plants and grass. ഇവിടെ ഫെർട്ടൈൽ ആയ സ്ഥലമാണ് ഈ ഓസിസ് എന്ന് പറയുന്നതുകൊണ്ട് പ്ലാന്റ്സിന് അല്ലെങ്കിൽ ഗ്രാസിന് വളരാൻ നല്ല ഫെർട്ടിലിറ്റി ഉണ്ട് ഇവിടെ. ഓക്കെ, എഴുതുക. It is very fertile. It is very fertile. F-E-R-T-I-L-E. എന്താ ഫെർട്ടൈൽ എന്ന് പറഞ്ഞാൽ മക്കളെ? വളക്കൂറുള്ള. It is very fertile and supports S-U-P-P-O-R-T. S-U-P-P-O-R-T-S. Supports plants and grass. ചെടികൾക്കും പുല്ലുകൾക്കൊക്കെ വളരാൻ ഈസിയാണ് ഇവിടെ ഓസിസിൽ. കാരണം ഇവിടെ ഫെർട്ടിലിറ്റി കൂടുതലാണ്. ഫെർട്ടിലിറ്റി ഉള്ള ലാൻഡ് ആയതുകൊണ്ട് പ്ലാന്റ്സിനും ഗ്രാസിനും ഒക്കെ വളരാൻ ഈസിയാണ്. Then third question, why do the Bedouins move from one place to another? From place to place. എന്തുകൊണ്ടാണ് ബെഡുയിൻസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാ? We already discussed about Bedouins. Bedouins are nomads. അല്ലെ? Bedouins are the nomads in the desert. മരുഭൂമിയിലെ നോമാഡ്സിനെയാണ് നമ്മൾ ബെഡുയിൻസ് എന്ന് പറയാം. അല്ലെ? They have group of animals, flock of cattle. കാറ്റിലെ ഒരുപാട് കൂട്ടം പശുക്കൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആടുകൾ അവർക്കുണ്ട്. അതിനെ കൊണ്ട് അവരെന്ത് ചെയ്യും? പശുക്കൾക്ക് അല്ലെങ്കിൽ ആടിന് ആവശ്യമായ പുല്ല് അന്വേഷിച്ചാണ് അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗ്രൂപ്പായി പോവുക. They were searching for the food for the cattle. അതിനു വേണ്ടിയാണ് അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. They are traveling from one place to another place for searching the food for the cattle. Okay. മുഹമ്മദ് റിഹാനെ കുത്തി വരച്ചിടരുത്. മുഹമ്മദ് റിഹാൻ. ഫിനിഷായോ? ഫിനിഷായില്ലേ? ഓക്കെ ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. Why do the Bedouins move from one place to another? You can write out the third question. Why do the Bedouins move from one place to another? Move from place to place. Third one. The Bedouins move. The Bedouins, B capital, B-E-D-O-U-I-N-S. The Bedouins move from place to place. Place to place in search of S-E-A-R-C-H. Search of new feeding grounds. New feeding grounds
New feeding grounds for the flock of FLOCK, flock of goats, GOATS, flock of goats, sheep, flock of goats, sheep, and other animals, The Bedouins move from place to place in search of new feeding grounds for their flock of goats, sheep, and other animals. Then, fourth one, how has the discovery of oil changed the life of the people of Saudi Arabia? എങ്ങനെയാണ് ഓയിലിന്റെ കണ്ടുപിടുത്തം സൗദി അറേബ്യയിലെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരുന്നത്? എങ്ങനെ അഫക്ട് ചെയ്തത്? ഓയിലിന്റെ കണ്ടുപിടുത്തം അവരെന്ത് ചെയ്തു? നൊമാഡ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. നൊമാഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു ആര്? നൊമാഡ്സ്. അപ്പം ഓയിലിന്റെ discovery of oil, after the discovery of oil, the nomads live permanently, ഒരു സ്ഥലത്ത് സ്ഥിരമായി അവർ താമസിക്കാൻ തുടങ്ങി. പിന്നെന്ത് സംഭവിച്ചു? പിന്നെന്താ? മക്ക, മദീന അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വന്നു അല്ലേ? Write down. The discovery of oil